നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പുറത്തിറങ്ങാൻ ശ്രമിക്കുന്ന ആൾക്ക് അടുത്ത നിമിഷം മരണമാണ്. അതിവളായാലും വേലായുധനായാലും ഹരിഹര ബ്രഹ്മജ്ഞാനിയായാലും. ഒരുക്കങ്ങൾ നടക്കട്ടെ. മനീഷ, നീ ശ്രദ്ധിക്കണം. നിന്റെ കണ്ണുകളിലേക്കുള്ള അയാളുടെ നോട്ടം അപകടകരമായിരുന്നു. ചിലപ്പോ നീ തന്നെയായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന കന്യക. സ്വാമി, എന്തു വന്നാലും രക്ഷിച്ചോളാന്ന് അങ്ങ് വാക്കു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയുന്നത്? ഞാൻ ഇപ്പോഴും പറയുന്നു, അവസരങ്ങൾ തുറന്നു കിട്ടും. അത് ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ മാത്രം മതി. മനീഷ, സ്വാമിയുടെ വാക്കും കേട്ട് ജീവൻ കളയേണ്ട പെണ്ണെ. എങ്ങനെയെങ്കിലും പുറത്തു പോയേ പറ്റൂ. സ്വാമിയുടെ മുന്നിൽ മാർഗമില്ലെങ്കിലും എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. സ്വാമി, ഇത്രയും കാലം കൂടെ നിന്നവളെ കൊല്ലാൻ നിങ്ങൾ കൂട്ടുനിൽക്കുവോ? ഇല്ല വേലായുധ, അവള് നല്ല കുട്ടിയാ. അവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. സ്വാമികളെ, സ്വാമികളെ, ഒന്ന് കണ്ണു തുറക്ക്. കണ്ണടച്ച് ധ്യാനിച്ചതാ, ഉറങ്ങിപ്പോയി. സ്വാമി, എന്നെ രക്ഷിക്കണം. ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റില്ല കുട്ടി. ദേ, ഈ കള്ളസ്വാമിയുടെ സംസാരമൊന്നും എന്നോട് വേണ്ട. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തെത്തിക്കണം. പുറത്തോ അകത്തോ ആർക്കും പോകാനോ വരാനോ സാധ്യമല്ല. ആ രുദ്രന്റെ ഗുണ്ടകളും ഝാൻസിയുടെ കള്ള പോലീസും ആശ്രമത്തിന്റെ മുക്കിലും മൂലയിലും കാവലുണ്ട്. സ്വാമികളെ, അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ ഉപാസകയായത്? അതേലോ. ജീവിക്കാൻ നിവർത്തിയില്ല, കാമുകൻ ഉപേക്ഷിച്ചു പോയി, അച്ഛൻ ചത്തൂന്നൊക്കെ പറഞ്ഞപ്പോ സഹതാപം തോന്നി കൂടെ നിന്നോളാൻ പറഞ്ഞു. 3 നേരം ഭക്ഷണവും തരപ്പെടുത്തി. സ്വാമികൾ എനിക്കൊരു വീട് വെച്ചരാന്ന് പറഞ്ഞ് കാറ് മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചില്ലേ? പറ്റിച്ചതല്ല കുട്ടി,